യുവവാണി. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. സുസ്ഥിര വികസനവും യുവാക്കളും എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷം അന്താരാഷ്ട്ര യുവജന ദിനം ആഘോഷിക്കുന്നത്. യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും യുവജന ശാക്തീകരണത്തിനും വേദിയാവുകയാണ് ഈ ദിനം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അന്താരാഷ്ട്ര യുവജന ദിന ആശംസകൾ. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് യുവവാണിയിൽ. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് വിനാശകരമാണോ? ചർച്ച. പങ്കെടുക്കുന്നത് കേരള സർവകലാശാല PG സോഷ്യോളജി വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥിനി ഗംഗ VR, കൂടാതെ മാർ ഇവാനിയോസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി സ്നേഹ പോൾ. നമസ്കാരം. പഠനം മുതൽ സംഗീതം വരെ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതിന്റെ ശക്തമായ പങ്ക് ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് വിനാശകരമായാണോ അതോ അതിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നുവോ എന്നതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. എന്റെ പേര് ഗംഗ. കേരള സർവകലാശാല PG സോഷ്യോളജി വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. എന്റെ പേര് സ്നേഹ. ഞാൻ മാർ ഇവാനിയോസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഞാൻ കരുതുന്നത് നമുക്ക് പഠനത്തിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കുന്നതെന്നും എന്നാൽ അതേസമയം അത് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിയുടെ സർഗാത്മകതയെ അത് ബാധിക്കുന്നത് എന്ന രീതിയിൽ ചർച്ച ആരംഭിക്കാമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നമ്മുടെ മുമ്പിലെത്തുന്ന പരീക്ഷയുടെ തലേന്ന് മുൻപിലെത്തുന്ന നോട്ട് പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായങ്ങളെ പോലും ചെറുതാക്കി നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് മുതൽ പഠനം സുഗമമാക്കുന്നതിൽ തുടങ്ങി പ്രൊജക്ടുകളും അസൈൻമെന്റുകളും എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സുഗമമായി ചെയ്യാൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ആ സഹായം വിദ്യാർത്ഥികൾക്ക് എപ്പോഴും അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, പ്രൊജക്ട് പറയുമ്പോഴും അസൈൻമെന്റ് പറയുമ്പോഴും സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ കോളേജ് തലങ്ങളിലും ചില സമയങ്ങളിൽ പ്രൊജക്ട് പോലെയുള്ള വലിയ വലിയ അവസരങ്ങളിൽ പോലും അവർ ChatGPT പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായം തേടുന്നുണ്ട്. ഒരു പരിധിവരെ ഇത് അവരുടെ ചിന്താശേഷിയെ കുറയ്ക്കുകയാണെന്നാണ് എൻ്റെ ഒരു കാരണം. നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം ചേർത്ത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സംവിധാനത്തോട് ചോദ്യം അവരോട് ചോദിച്ച് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ അത് പകർത്തി എഴുതുന്നത് ശരിക്കും നമ്മുടെ ഒരു ചിന്താഗതിയെ പരിമിതപ്പെടുത്തുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ബുദ്ധിശേഷിയും നമ്മുടെ ചിന്താശേഷിയും വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അവലോകനം ചെയ്ത് എഴുതാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട്. പക്ഷെ ഇപ്പോൾ ചെറുപ്രായത്തിലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി, അവരുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്തരം നൂതന സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിലെ തന്നെ അവരുടെ ഒരു ചിന്താശേഷി പരിമിതപ്പെടുത്തുന്ന പ്രവണതയായിട്ടാണ് നമുക്ക് തോന്നുക. ഒരുപക്ഷെ കുട്ടിക്കാലത്തൊക്കെ നവമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യമായി വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് എത്ര വിനാശകരമാണ് എന്ന ആ കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു. തമാശ രൂപേണ നാം പറയാറുണ്ട്, പലപ്പോഴും ഒരു അധ്യാപന സ്ഥാപനത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന പല രീതികളിൽ ഒന്ന് ഇന്ന് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിടിക്കപ്പെടാത്ത തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതാണ്. അത്തരത്തിൽ നമുക്കൊരിക്കലും അക്കാദമിക മേഖലയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിൽ AI ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ? നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം കാലം മുന്നോട്ട് പോകുന്തോറും നമ്മുടെ വിദ്യാഭ്യാസ രീതിയും നമ്മുടെ പഠന രീതിയും എല്ലാം അതനുസരിച്ച് മാറണം. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർ പഠിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അവർക്ക് ആവശ്യത്തിലധികം അറിവ് ഇപ്പോൾ അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ അതിനെയെല്ലാം കൂടുതൽ സമഗ്രമായി വിലയിരുത്താനും അതിലേക്ക് കൂടുതൽ വഴികളുടെ ആ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാനും AI ശരിക്കും അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും AI ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ആലോചിച്ച് അതിന്റെ ശരിയായ രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഒത്തിരി ആശ്രയിക്കാതെ എന്നാൽ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് AI ഉപയോഗിക്കാം. ഇപ്പൊ പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ചാണ് നമ്മുടെ മുതിർന്ന തലമുറയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിക്കാതെ പോയാൽ അത് നമ്മുടെ പോരായ്മയാണ്. പക്ഷെ നമ്മളത് ഉപയോഗിക്കണം, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യണം.
ഇപ്പോൾ നമ്മൾ നവമാധ്യമങ്ങൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ AI വളരെ രസകരമായ രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ എൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അതായത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് എങ്ങനെയാണോ ജ്യോതിഷം നമ്മൾ നോക്കുന്നത്, അതിന് സമാനമായി AI നിങ്ങളുടെ ഹസ്തരേഖാശാസ്ത്രം പഠിച്ച് ഹസ്തരേഖകൾ നോക്കി നിങ്ങളുടെ ഭാവി പ്രവചിക്കുന്നു, നിങ്ങൾ ആരെയായിരിക്കും വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നു, നിങ്ങളുടെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പറയുന്നു. ഇങ്ങനെ വളരെ രസകരമായ തരത്തിൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഹസ്തരേഖാശാസ്ത്രത്തിൽ വ്യക്തികൾ വളരെയധികം വിശ്വസിക്കുന്നതിനാൽ അത്രയധികം ഡൈനാമിക് ആയി അതിന് ഫ്ലെക്സിബിൾ ആയി AI ഉപയോഗിക്കുന്ന, അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. അത് കാണുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? തമാശയാണോ അതോ അതിനെപ്പറ്റി ഒരു ആശങ്ക എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഈ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ChatGPT മെസ്സേജ് അയച്ച് എൻ്റെ കല്യാണം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ ആരെയായിരിക്കും വിവാഹം കഴിക്കുക, അങ്ങനെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചതായിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊരു തമാശ രീതിയിലാണെങ്കിൽ അതിന് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ വേറൊരു വശം കൂടി ചിന്തിക്കണം. ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ കുറച്ച് വാർത്തയായി വന്ന കാര്യമാണ് AI പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വൈദ്യുതി ഉപഭോഗം വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത്ര ആവശ്യമുള്ള കാര്യമാണ്. അതായത് AI പോലുള്ള ഒരു സംവിധാനം വഴി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് വെറും ബാലിശമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് AI ഉപയോഗിക്കാതെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യപ്രദമായി തീരുന്ന കാര്യങ്ങളിലേക്ക് ഈ AI ഉപയോഗം വഴിതിരിച്ചു വിട്ടാൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പൊ അതുപോലെ ഒരു കാര്യമാണ് ഈ സിനിമയുടെ മേഖലകളിലെല്ലാം AI സാന്നിധ്യം. ഇപ്പോൾ നമുക്കറിയാം, മരിച്ചുപോയ ആളുകളെ പോലും അവരെ പുനർജീവിപ്പിച്ചുകൊണ്ട് സിനിമയിലും അതുപോലെ സംഗീതങ്ങളെല്ലാം ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ കാലത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ശരിക്കും ആലോചിക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഒരുപാട് മുതൽ മുടക്കി ഒരുപാട് പണവും മറ്റു മനുഷ്യരുടെ എഫേർട്ടും അവരുടെ ക്രിയേറ്റിവിറ്റിയും എല്ലാത്തിൻ്റെയും ഒരു ഔട്ട്പുട്ടാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും അതിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ ചലച്ചിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരാളുടെ വിയോഗമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആ ചലച്ചിത്രത്തിൽ നിന്ന് മാറി നിൽക്കുന്നതോ മറ്റൊരുപാട് വ്യക്തികളുടെ എഫേർട്ടിനെയും അവരുടെ അധ്വാനത്തിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന് കൃത്യമായ ഒരു പരിഹാരം തന്നെ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും നാം ആലോചിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ തുടരെ കേൾക്കുന്നുണ്ട്, പലപ്പോഴും മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് AI എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യന്റെ സർഗാത്മകതയെ റീപ്ലേസ് ചെയ്യുന്നു എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു കാലഘട്ടത്തിൽ അഭിനേതാക്കളെ വേണ്ട, അല്ലെങ്കിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നതിനേക്കാൾ ഉപരി ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നതിനോ ഒരു ഗാനത്തിന്റെ ഈണങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനോ വരികൾ എഴുതുന്നതിനോ ഇനി AI മതി, മനുഷ്യൻ വേണ്ട എന്ന് പറയുന്നൊരു കാലഘട്ടം വരികയാണെങ്കിൽ അത് എത്രത്തോളം മനുഷ്യന്റെ വികാരങ്ങളുമായി ചേർന്ന് നിൽക്കും, മനുഷ്യന്റെ നിത്യജീവിതവും അവന്റെ അനുഭവങ്ങളുമായി ചേർന്ന് നിൽക്കുമെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, AI പലപ്പോഴും, പ്രത്യേകിച്ച് പേരെടുത്തു പറയുകയാണെങ്കിൽ ChatGPT ഒരു തെറാപ്പിസ്റ്റിനെ പോലെ ഉപയോഗിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് ഈ അടുത്ത് വന്ന വാർത്തകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ തെറാപ്പി അടക്കമുള്ള നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾക്കും കൗൺസിലിങ്ങുകൾക്കുമുള്ള ഫീസ് വളരെയധികം കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിൽ വിരൽത്തുമ്പിൽ നമുക്ക് നമ്മളെ ഉപദേശിക്കാനും നമ്മളെ പിന്താങ്ങാനും ഒരാളുള്ളപ്പോൾ ChatGPT ഒരു തെറാപ്പിസ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത കൂടുതലാണ്. അതിനെങ്ങനെയാണ് സ്നേഹ കാണുന്നത്? നമ്മുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇപ്പോൾ ഒരു സുഹൃത്തിനെ പോലെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ കൂളായിട്ട് ഇരിക്കാനുള്ള ചില ടിപ്സ് നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ കൂടുതൽ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒത്തിരി ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അത് പലപ്പോഴും തെറ്റായ വിവരങ്ങളും നമുക്ക് പറഞ്ഞു തരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ഒരു ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തെറ്റല്ലേ എന്ന് തിരിച്ച് അങ്ങോട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അയ്യോ തെറ്റിപ്പോയി എന്നുള്ളൊരു ഉത്തരവാണ് മിക്കവാറും സമയങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് ഒരുപാട് ഇതേപോലെ ഒക്കെ ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ അതിന് പലപ്പോഴും വിപരീതമായ ചില ഫലങ്ങളും ഉണ്ടാവാം. നമുക്ക് എപ്പോഴും പറയുന്നത് ശരിയാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പറയും. ഇപ്പോൾ ഔഷധമൂല്യമുള്ള ചില ചെടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന രീതിയിലേക്കും അവരുടെ അഭിപ്രായങ്ങൾ വരാം. അതോടൊപ്പം ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിനോടൊപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് മെന്റൽ ഹെൽത്തും. പലപ്പോഴും നമ്മളെ പറ്റിയുള്ള ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ വീക്ഷണം എന്താണോ ഒരു വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ പറ്റി ആ ഇൻപുട്ട് ആ പ്രോംപ്റ്റ് ChatGPTക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമിന് കൊടുക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിരിച്ചുള്ള ഒരു വിവരമാണത് നമുക്ക് തരുന്നത്. പലപ്പോഴും ഒരു ഡോക്ടറിന്റെയോ ഒരു തെറാപ്പിസ്റ്റിന്റെയോ ഒരു കൗൺസിലറുടെയോ അവർ തരാൻ പോകുന്ന തരത്തിലുള്ള വളരെ ഒതന്റിക് ആയിട്ടുള്ള ഒരു മറുപടി
ആയിരിക്കണം അതെന്നില്ല. അപ്പോൾ ഇന്നത്തെ തലമുറ കൂടുതൽ ChatGPT ഒരു കഴിഞ്ഞ 1-2 ആഴ്ചത്തെ പത്രങ്ങളിൽ പറയുന്നതും ഇതുതന്നെയായിരുന്നു. ChatGPT അടക്കമുള്ള AI പ്ലാറ്റ്ഫോമുകളെ നമ്മളൊരു തെറാപ്പിസ്റ്റിന് പകരം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ശരിക്കും നല്ല രീതിയിലല്ല മോശം രീതിയിലേക്ക് നയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ അക്കാദമിക മേഖലയെ പറ്റി പറഞ്ഞു, സാഹിത്യത്തെ പറ്റി പറഞ്ഞു, ഹെൽത്തിനെ പറ്റി സംസാരിച്ചു. ഇങ്ങനെയുള്ള ഈ ഓരോ മേഖലകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ റീപ്ലേസ് ചെയ്യുകയല്ല, മനുഷ്യൻ്റെ ജോലിയെ കുറച്ചുകൂടി ലഘൂകരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. AI സൃഷ്ടിച്ച ആളുകൾ തന്നെ ഇപ്പം അതിനെപ്പറ്റി വേവലാതിപ്പെടുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ മുന്നോട്ട് പോകും തോറും AI സാങ്കേതികവിദ്യക്ക് കൂടുതൽ ശക്തി പ്രാപിച്ച് മനുഷ്യനോളം എത്താനുള്ള ഒരു കഴിവ് അവയ്ക്കുണ്ട്. നിലവിലെ മനുഷ്യന്റെ ചിന്താരീതികളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞു. അത് മനുഷ്യനെ കീഴടക്കുമോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. കാരണം അവൻ സൃഷ്ടിച്ചതാണ് ഈ സംവിധാനങ്ങളും ഈ നൂതന സാങ്കേതിക വിദ്യകളെല്ലാം. അപ്പോൾ മനുഷ്യനെ എതിർക്കുന്ന രീതിയിലേക്ക് ഈ സാങ്കേതിക വിദ്യകൾ വളരുകയാണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള തയ്യാറെടുപ്പും മുൻകരുതലും എല്ലാം മനുഷ്യന്റെ ബുദ്ധിശക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന് അവയെ നിലയ്ക്ക് നിർത്താനുള്ള കഴിവുകളും മനുഷ്യനുണ്ട്. താൻ സൃഷ്ടിച്ചൊരു കാര്യത്തെ തനിക്ക് എതിരായി തിരിയുകയാണെങ്കിൽ അതിന് നിലയ്ക്ക് നിർത്താനുള്ള കഴിവ് മനുഷ്യനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലെയുള്ള സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും, മനുഷ്യനെ കീഴടക്കുന്ന പല ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യകൾ വളർന്നു വരുന്നതൊക്കെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഏതൊരു കാര്യവും മനുഷ്യരുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ പൊതുവെയുള്ള മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വേണമെങ്കിൽ ഒരു പ്രിക്വേഷൻ എന്ന് പറയാം. ഇത് എന്നെങ്കിലും മനുഷ്യന് തന്നെ വിഘാതമായി വരുമോ, ഇത് എപ്പോഴെങ്കിലും മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിനെ ഇത് ബാധിക്കുമോ, അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ അതേ പാത പിന്തുടർന്ന, ആ ചരിത്രം പിന്തുടരുന്ന മനുഷ്യൻ്റെ ഒരു പ്രിക്വേഷൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേടി തന്നെയായിരിക്കും AI ഞങ്ങളെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. എന്നിരുന്നാലും AI കൃത്യമായി ഓരോ മേഖലയിലും എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി, അക്കാദമിക മേഖലയിൽ ഇങ്ങനെ ആയിരിക്കണം, ചലച്ചിത്രങ്ങളിൽ ഇങ്ങനെ ആയിരിക്കണം, സാംസ്കാരിക മേഖലയിൽ ഇങ്ങനെ ആയിരിക്കണം, ഹെൽത്തിൽ ഡോക്ടേഴ്സ് ഇതിനെ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ കൃത്യമായ എന്തെങ്കിലും നിയമനിർമ്മാണം ഓരോ മേഖലയിലും ആവശ്യമുണ്ട് ഇനി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം ഓരോ മനുഷ്യനും ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു കൃത്യമായ മാർഗനിർദ്ദേശം അവരുണ്ടെങ്കിൽ ആ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അത് അവനെ സഹായിക്കും. ഒരു റെഗുലേഷനും ഇല്ലാതെ, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇത്തരം ഒരു മേഖലയിലേക്ക് സാധാരണക്കാരായ ആളുകൾ പലപ്പോഴും ഈ മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവുണ്ടാവണമെന്നില്ല. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിന് പ്രാപ്തരായ ആളുകളോ ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ പ്രയോജനപ്രദമാകും. അതുപോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയാണ് രാഷ്ട്രീയ മേഖല. രാഷ്ട്രീയ മേഖലയിലും ഇതുപോലെ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം കൊണ്ട് അനാരോഗ്യകരമായ പല പ്രവണതകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കൂടുതൽ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനതിനെ എങ്ങനെയെല്ലാം മോശമായ തരത്തിൽ ഉപയോഗിക്കാമെന്നാണ് കൂടുതലായും നമ്മുടെ ചർച്ച പോയതെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ടായിരിക്കുമല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന പല മേഖലകളും പല ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യ പോലെ ഇത്രയും വലിയ വിസ്തൃതമായ ഒരു രാജ്യത്ത്, ഇത്രയും വ്യത്യാസങ്ങളുള്ള ഒരു രാജ്യത്ത്, ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അത്തരത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ എപ്രകാരം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ആ ഗ്രാമീണ ജനതയുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാമെന്നതാണ്. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നത് ഇന്നത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനടക്കം എങ്ങനെ ഇത്തരം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്ന കൃത്യമായ നിർദ്ദേശമില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു അഴിച്ചുപണി ആരംഭിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായും. കാരണം നമ്മൾ ഏത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാലും അത് കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മളതിന് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു അവബോധം നമ്മളിലേക്ക് ആദ്യം എത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ എഫക്റ്റീവ്നെസ്സിനും ഒക്കെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി അത് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമേ ഇതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഗ്രാമീണ മേഖലകളിലും പ്രത്യേകമായ ആരോഗ്യ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗവേഷണ മേഖലകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഒരുപാട് വേഗത്തിലാണ് ഇപ്പോൾ റിസർച്ചും കാര്യങ്ങളെല്ലാം
നടന്നുകൊണ്ടിരിക്കുന്നത്. സയന്റിസ്റ്റുകൾക്കെല്ലാം അവരുടെ ഓരോ റിസർച്ച് പ്രൊജക്റ്റിലും പെട്ടെന്ന് അവർക്ക് കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മരുന്നിന്റെ എഫക്റ്റീവ്നെസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ജീനുകളുടെ ഘടനയാണെങ്കിലും അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്താൻ വർഷങ്ങൾ എടുക്കുന്ന പല പരീക്ഷണങ്ങളും എയുടെ സഹായം മൂലം നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യന്റെ ഒത്തിരി ആരോഗ്യം പോലെയുള്ള അവന്റെ അടിസ്ഥാന മേഖലകളിലേക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻ എയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പല മേഖലകളിലും പോളിസി മേക്കിങ്ങിലാണെങ്കിലും നിയമനിർമ്മാണത്തിലാണെങ്കിലും ജുഡീഷ്യൽ മേഖലയിലാണെങ്കിലും ഈവൻ ലിറ്ററേച്ചറിലും സാഹിത്യത്തിലും നമ്മുടെ അക്കാദമിക മേഖലകളിലാണെങ്കിലും എല്ലായിടത്തും ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നൊരു കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തയായ അഡ്വക്കേറ്റായ ഇന്ദിരാ ജയ്സിംഗ് നൽകിയ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞതായിരുന്നു, ഒരിക്കലും ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിൽ പുതിയ യങ് അഡ്വക്കേറ്റ്സ്, ജൂനിയർ അഡ്വക്കേറ്റ്സ് ഒരിക്കലും AI അങ്ങനെ ഉപയോഗിക്കരുത്, അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏത് മേഖലയിൽ ഉപയോഗിക്കുമ്പോഴും പണ്ടുണ്ടായിരുന്ന ഒരു സീനിയർ ജനറേഷനും ജൂനിയർ ജനറേഷനും തമ്മിലുള്ള കൃത്യമായൊരു ക്ലാഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അഭിപ്രായങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസമായിരിക്കാം അത്. എന്നിരുന്നാലും ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനോടുള്ള സ്നേഹയുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരാളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ മറ്റൊരു മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. ഒരു യന്ത്രത്തിന് ഒരാളുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള രചനകൾ ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു യന്ത്രത്തിന് മനുഷ്യ മനസ്സിനെ തൊട്ടുണർത്തുന്ന രചനകൾ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല വിവരങ്ങളും ശേഖരിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അയാൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. പക്ഷെ അയാൾ കാണാത്ത ലോകങ്ങളെ, അയാൾ കാണാത്ത കാഴ്ചകളെല്ലാം അറിയാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ആർജിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾ അയാളെ സഹായിക്കും. പക്ഷെ ഒരു സൃഷ്ടിപരമായ കർമ്മത്തിലേക്ക് വരുമ്പോൾ അയാൾ ആർജിച്ചെടുത്ത AI വഴിയും മറ്റ് ജീവിത സാഹചര്യങ്ങളുടെയും എല്ലാം ആർജിച്ചെടുത്ത വിഷയങ്ങളെയും അയാൾ ആർജിച്ച അറിവുകളെയും ഈ എഴുത്തിലേക്ക് അയാൾക്ക് സ്വാംശീകരിച്ച് തന്റേതായ ഒരു സൃഷ്ടി പുറപ്പെടുവിക്കാൻ അയാൾക്ക് കഴിയും. ഇപ്പോൾ AI അയാളെ സഹായിക്കും, എങ്കിലും ഒരു പരിധി വരെ അത് എഴുത്തുകാരന്റെ തന്നെ സർഗ സൃഷ്ടിയായി നിൽക്കുന്നതാണ് ഉത്തമം. എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. മറ്റൊരു മേഖല AI പറ്റി പറയുമ്പോൾ സംസാരിക്കേണ്ടത് കുറ്റകൃത്യങ്ങളാണെന്ന് തോന്നുന്നു. ഒരു കുറ്റകൃത്യം കൃത്യമായി ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ അവിടെ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യിപ്പിക്കാം, എത്തരത്തിൽ ഏതെല്ലാം നിയമപരമായ ലൂപ്പ് ഹോളുകൾ ആ ഒരു കുറ്റകൃത്യത്തിൽ ഉണ്ട് തുടങ്ങി ഒരു കുറ്റകൃത്യത്തിനെ വളരെ വിജയകരമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോലും ChatGPT അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകളെ നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള അനവധി ഉദാഹരണങ്ങളും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗത്തിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണമെന്നും അതിന് ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണമെന്നും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും നമുക്ക് ഇത്തരം മാനദണ്ഡങ്ങൾ അനിവാര്യമായൊരു കാര്യമാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങളിലെ നേതാക്കൾ പലരും പല സമ്മേളനങ്ങളും എല്ലാം കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമ്മൾ AI സമ്മിറ്റ് പോലെ ഡൽഹിയിലും അതുപോലെ UK എല്ലാം ഇത്തരം സമ്മിറ്റുകൾ ആഗോള തലത്തിൽ തന്നെ നേതാക്കന്മാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പക്ഷെ അവർക്കൊരു ഒത്തൊരുമിച്ചൊരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പല രാജ്യങ്ങൾക്കും അവരുടേതായ സെൽഫ് ഇൻട്രസ്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവർ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു യൂണിറ്റി ഇതുവരെ AIയുടെ ഉപയോഗത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനം ആഗോളതലത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ലോക നേതാക്കന്മാർ എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും, നമ്മൾ ആദ്യം സംസാരിച്ച പോലെ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ദുഷ്ടമായ ആശയങ്ങൾ, അതായത് അത്തരമുള്ളൊരു പ്രവണതയാണ് ഒരു മനുഷ്യനെങ്കിൽ ഈ പറഞ്ഞ AI വെച്ചുകൊണ്ട് അയാൾക്ക് ഒത്തിരിയേറെ ക്രൈംസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിനൊരു നിയന്ത്രണം ആഗോളതലത്തിൽ തന്നെ വരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മനസാക്ഷി മരവിച്ച ഒരു മനുഷ്യനാണെന്ന് ഇരിക്കട്ടെ, അതായത് അയാൾക്ക് അയാളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാവാം, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം കുറ്റവാസന അധികമുള്ള ഒരു മനുഷ്യനാണ് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും അനുബന്ധമായ സംവിധാനങ്ങളെയും എല്ലാം അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ തിന്മയുടെ രീതിയിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകരാജ്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇവയ്ക്കെല്ലാം ഒരു നിയന്ത്രണവും എങ്ങനെ ഉപയോഗിക്കണം എന്നതിൻ്റെ മാനദണ്ഡവും റെഡിയാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാനദണ്ഡങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാറുള്ളൊരു കാര്യമാണ് ആരിത് ഉപയോഗിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളെ എത്ര വയസ്സ് മുതലുള്ളവർക്ക് ഉപയോഗിക്കാം. വയസ്സ് വലിയൊരു മാനദണ്ഡമായാണ് നമ്മൾ പല കാര്യങ്ങളിലും പറയാറുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഒരുപക്ഷെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് കഴിഞ്ഞോ എങ്കിലുമുള്ള ഒരു കുട്ടി ആയിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളുമായി ആദ്യമായി അക്വാൻറ്റഡ് ആവേണ്ടത്. ആ പ്രായത്തിലാണെന്നാണ് ഞാൻ വ്യക്തിപരമായി കാണുന്നത്. ആ ഒരു പ്രായം എന്ന മാനദണ്ഡത്തെ സ്നേഹ എങ്ങനെയാണ് കാണുന്നത്?
നമ്മൾ ഈ പ്രായത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഇപ്പൊ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി, ആ കുട്ടി സ്വയം ഒന്ന് എഴുന്നേറ്റിരുന്ന് കയ്യിൽ എന്തെങ്കിലും പിടിക്കാനാവുമ്പോൾ ആദ്യം ആ കുട്ടിയുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഫോണാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവര് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് അതിൽ വീഡിയോസോ അല്ലെങ്കിൽ നഴ്സറി റൈംസോ അങ്ങനെ എന്തെങ്കിലും പാട്ട് വെച്ച് കൊടുത്ത് കുട്ടിയെ കരയാതെ അടക്കി ഇരുത്തിയിട്ടാണ് ഇവർ അവരവരുടെ ജോലിക്ക് പോവുക. അപ്പോൾ അങ്ങനെ ജനിച്ചു വീഴുമ്പോഴേ ഈ പറഞ്ഞ മൊബൈലും ടാബും എല്ലാം കയ്യിൽ കിട്ടുന്ന കുട്ടികൾ, അവർക്കൊരു പ്രായപരിധി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ അതിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തിൽ വയ്ക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ എന്ന് എനിക്കറിയില്ല. അത് മാതാപിതാക്കളും അവരുടെ, അതായത് ആ കുട്ടികളുടെ ചുറ്റുമുള്ള ആളുകളും തന്നെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരം ഒരു ഉപയോഗം, അതായത് നീതിപൂർവമായ ഉപയോഗത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. നമുക്കൊരു പ്രായപരിധി വെച്ചുകൊണ്ട് ഇതിനെ തടയിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ വലിയ നിശ്ചയമില്ല. പല മേഖലകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ അതിൽ ഏറ്റവും അധികം നിയമപരമായി തന്നെ, അല്ലെങ്കിൽ നിയമപരമായി അല്ലെങ്കിൽ പോലും അക്കാദമിക മേഖല നോക്കുകയാണെങ്കിൽ ഒരു അക്കാദമിക വർക്കിൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായം ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ പോലും അതിൽ പല നീക്കുപോക്കുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും 4% ഇതിനകത്ത് പ്ലേജറിസമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടന്റോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നിടത്തേക്ക് അത്രയധികം ഫ്ലെക്സിബിൾ ആയി പോയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി നമ്മുടെ പല മേഖലയിലും കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ മേഖലകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഈ ഒരു മേഖലയിൽ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത് എന്ന് വ്യക്തിപരമായി തോന്നിയ ഏതെങ്കിലും മേഖലയുണ്ടോ? അങ്ങനെ ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു മേഖല ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോ ഏത് സാധാരണക്കാരന്റെ കയ്യിലും ഒരു മൊബൈൽ ഫോൺ ഉള്ള സമയത്ത് ഇന്ന മേഖലയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരരുത് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മുടെ സർവ്വവ്യാപിയായ ഒരു സംവിധാനമായി ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഇപ്പൊ നിലവിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു കയറി കഴിഞ്ഞു. ഇനി അത് കടന്നു ചെല്ലാത്ത മേഖലകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മേഖല ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പല വിഷയങ്ങളും, പ്രത്യേകിച്ച് സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവ് അല്ല, ഒരു വ്യക്തിയല്ല, മറിച്ച് ഒട്ടനവധി വ്യക്തികൾ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുന്ന വ്യക്തികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അവിടെ കിട്ടുന്ന പെർസ്പെക്റ്റീവ്സ് അതിന് പലപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉള്ളതായി തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം അല്ലെങ്കിൽ സാമൂഹികപരമായ ഏതെങ്കിലും ഒരു സംഭവത്തെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ വിഷയത്തിനെ പല വ്യക്തികൾ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പഠിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു മാനുഷികമായ മുഖം നഷ്ടപ്പെടുന്നതായി കരുതിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മളിപ്പോൾ ചരിത്ര സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധിനിവേശത്തെയും അതുപോലെ മുഗൾ ഭരണത്തെയും എല്ലാം ഇപ്പോൾ നമ്മുടെ സമകാലീന രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. നമ്മൾ ഇത്തരം ഒരു കാര്യം ചോദിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൽഗോരിതവും അതിൽ പ്രവർത്തിക്കുന്ന ചില ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഉത്തരത്തെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ചൈന പോലുള്ള ഒരു രാജ്യത്ത് അവരുടേതായ ഒരു സിസ്റ്റം തന്നെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. അതുവഴി അവർക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ അവരൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ സർക്കാരിനും അവർക്ക് അനുകൂലമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രമേ ആ ചോദിക്കുന്ന ആളിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കടിപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഉത്തരങ്ങളിലും അതുപോലെയുള്ള ഏറ്റക്കുറച്ചിലുകളും വ്യതിയാനങ്ങളും ചില പ്രത്യേക വിഭാഗങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മറുപടികളും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും പൂർണ്ണമായും നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു വസ്തുതയാണെന്ന് പറയാൻ പറ്റില്ല. അത് പലപ്പോഴും ബയാസ്ഡ് ആയിരിക്കാം. അതിന്റെ അൽഗോരിതവും അതുപോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം അതിന് കൂടുതൽ സ്വാധീനമുള്ളവർക്ക് അനുകൂലമായ പല ഉത്തരങ്ങളും മറുപടികളും ആയിരിക്കും നമുക്ക് അതിലൂടെ ലഭിക്കുക. ഒരുപക്ഷെ ഇത്രയധികം എല്ലാ മേഖലകളിലേക്കും കടന്നുപോയ ഒരു ചർച്ചയിൽ ഇതിനു മുൻപ് ഞാൻ തന്നെ പങ്കെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്നേഹ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സർവ്വവ്യാപിയായ മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടന്നു ചെന്നിട്ടുണ്ട്. ഇവിടെ സ്നേഹ തന്നെ അവസാനം സൂചിപ്പിച്ചതുപോലെ എന്നാൽ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിലോ ഒരു ഇഗാലിറ്റേറിയൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സമത്വപരമായ ഒരു രീതിയിലോ അല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് പല മേഖലകളിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ന്യൂനതകളും പരിഹരിക്കാൻ നിർമ്മിത ബുദ്ധിക്കും സാധിക്കട്ടെ എന്ന പ്രത്യാശയിൽ ഈ ചർച്ച നിർത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് വിനാശകരമാണോ? ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ കേരള സർവകലാശാലയിലെ PG സോഷ്യോളജി വിഭാഗത്തിലെ അവസാന വർഷ വിദ്യാർത്ഥിനി ഗംഗ VR,
കൂടാതെ മാർ ഇവാനിയോസ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി സ്നേഹ പോൾ. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം തേജസ്. യുവവാണി.